ഫെസ്റ്റലൻ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ 3rd സീസണാണിത്. ശരിക്കും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫെസ്റ്റലൻ കുടുംബത്തിലെ അംഗമാണ്. കാരണം ഇങ്ങനൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള കോൺസെപ്റ്റ് 3 വർഷം മുമ്പ് പ്രതീഷും നിതീഷും മനോജും ഒക്കെ ഇവിടെ പ്ലാൻ ചെയ്യുമ്പോൾ അന്ന് മുതലേ ഒരു എന്താ പറയുക ഒരു ഗൈഡൻസിനും അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദെയർ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ വർഷവും നമ്മളെ എന്താ അത്ഭുതപ്പെടുത്തുന്ന അമ്പരപ്പിക്കുന്ന ഷോർട്ട് ഫിലിംസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വർഷം ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം നമ്മൾ ബെസ്റ്റ് ഷോർട്ട് ഫിലിം ഡയറക്ടറെ കൊടുത്തപ്പോൾ അദ്ദേഹം ഈ വർഷം കാവ്യമാധവനെ വെച്ചിട്ട് ആകാശവാണി എന്ന സിനിമ ഡയറക്ടർ. കഴിഞ്ഞ വർഷവും അതുപോലെ രമണിയേച്ചിയുടെ നാമത്തിൽ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് ബെസ്റ്റ് കൊടുത്തു. അദ്ദേഹം ഇപ്പോൾ ആസിഫ് അലി വെച്ചിട്ട് ഒരു ഫിലിം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇത്തവണയും അങ്ങനെയുള്ള ഒരുപാട് നിലവാരമുള്ള ഷോർട്ട് ഫിലിംസ് വന്നിട്ടുണ്ട്. മാക്സിമം നീതി പുലർത്താൻ ഞാനും ജോണി ചേട്ടനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ജോണി ചേട്ടൻ്റെ ഒരു സാന്നിധ്യമാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ത്രില്ലായിട്ട് വന്നിരിക്കുന്നത്. വെച്ചാൽ മലയാള സിനിമയിലെ ഏറ്റവും ടോപ്പ് ഡയറക്ടേഴ്സിലൊരാളാണ് ജോണി ചേട്ടൻ. അപ്പോൾ ഒരുപാട് നല്ല ആക്ടേഴ്സ്, ഒരുപാട് നല്ല എന്താ പറയുക ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ക്യാമറാമാന്മാർ, എഡിറ്റേഴ്സ് ഒക്കെ ഇതിനകത്തുള്ള കഴിവ് തെളിയിച്ച് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ ഫ്യൂച്ചറിൽ ഈ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ളൊരു ബിഗ് സ്ക്രീനിലേക്കുള്ള പ്ലാറ്റ്ഫോം കൂടെയാണ് ഇത്തരം ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ. അത് നന്നായിട്ട് അസാധ്യമായിട്ടാണ് പ്രതീഷിൻ്റെ നേതൃത്വത്തിൽ ഇത് സംഘടിപ്പിക്കുന്നത്. അതിനെല്ലാത്തിനും സഹായമായിട്ട് നിൽക്കുന്നത് മാത്യു സാറിന് പറഞ്ഞൊരു വലിയ മനസ്സുള്ള ഒരുപാട് നന്മകളുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എൻ്റെ ക്രൂ ഓഫ് ഫെസ്റ്റലിനും അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.